കേൾക്കുമ്പോൾ നീ പ്രയാസപ്പെടരുത്. മീരയുടെ മരണം കൊലപാതകം തന്നെ. മീരയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. അമ്മ ബലരാമനോട് പറഞ്ഞു ദേവിയാണ് കൊലപാതകം നടത്തിയത്. ബലരാമൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ദേവിക എന്ത് കാരണത്തിലാണ് മീരയെ കൊലപ്പെടുത്തിയെന്ന്. അവിടെ പ്രഭയ്ക്ക് ഉത്തരം മുട്ടി. അങ്ങനെ ദേവിയെ കൊടുക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യ പ്രഭയ്ക്ക്. ബലരാമൻ വിശ്വസിച്ചില്ലാന്ന് വെച്ച് സത്യം സത്യമല്ലാതാവൂ. അവള് തന്നെ ഇതിന്റെയൊക്കെ പിറകിൽ. അവളുടെ തന്തയാണെങ്കിൽ ഒരു ക്രിമിനൽ ആയിരുന്നില്ലേ? രണ്ടും കൂടി ആലോചിച്ച് നടത്തിയ കൃത്യം തന്നെ ഇത്. ബലരാമൻ ചോദിച്ചപ്പോ ഉത്തരം പറയാത്തത് ഉത്തരം മുട്ടിയത് കൊണ്ടല്ല, നിങ്ങളെ എല്ലാവരെയും കൂടി ഓർമ്മിച്ചിട്ടാ. ദേവിക നന്ദന്റെ മീരയാണെന്ന് ഒറ്റ വരിയിൽ എനിക്ക് ഉത്തരം കൊടുക്കാമായിരുന്നു. പിന്നെ നടക്കാൻ പോകുന്നതൊക്കെ നേരിടാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടോ? സിദ്ധു, ദേവിക എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് സിദ്ധുവിന് അറിയാമായിരിക്കും. എത്രയും പെട്ടെന്ന് അവളോട് കീഴടങ്ങാൻ പറയൂ. അവള് കാരണം ബാക്കിയുള്ളവരെ കൂടി കൊലയ്ക്ക് കൊടുക്കരുതെന്ന് പറയൂ. അച്ഛാ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നീ വിഷമിക്കരുത്, പേടിക്കരുത്. ധൈര്യമായിട്ട് നിന്ന് ഒക്കെ നേരിട്ടേ പറ്റൂ. കഴുത്ത് ഞെരിച്ച് മീരെ കൊല്ലാന്ന് പറഞ്ഞ ഈശ്വര, ആരാ അത് ചെയ്തത്? ഇവിടെ ഇത്ര ആളുകൾ വീട്ടിലുള്ളപ്പോ ഇവിടുത്തെ ഒരാളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാന്ന് പറഞ്ഞ ഒരു കഥ പോലെ തോന്നുക. സത്യം പുറത്തു വരുന്നതുവരെ ഒരു കഥ പോലെ വിശ്വസിക്കുമോളെ. അപ്പോ മീരയുടെ മരണം കൊലപാതകമാണെന്ന് എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായി അന്വേഷണം ശക്തമാവും. അച്ഛാ, ഒരു കൊലപാതകയെ അറസ്റ്റ് ചെയ്യാൻ ഈ വീട്ടിൽ പോലീസ് വരാൻ പാടില്ല. ഞാൻ അങ്ങോട്ട് പോയി കീഴടങ്ങാൻ പോവാ. ഏയ് മോനെ, നിക്ക്. എടുത്തു ചാട്ടമൊന്നും വേണ്ട. കൃത്യം ചെയ്തത് നീയാണെന്ന് ഉറപ്പിക്കേണ്ടത് പോലീസാ. അച്ഛൻ എന്തായി പറയുന്നേ? എന്റെ കൈകൊണ്ടാണ് മീരയ്ക്ക് മരണം സംഭവിച്ചതെന്ന് എനിക്കറിയാം. കൊന്നയാള് തന്നെ കുറ്റം ഏറ്റു പറഞ്ഞാലും വലുതായിട്ട് എന്ത് തെളിവാണച്ചാ ഈ മരണത്തിന് വേണ്ടത്? അച്ഛ എന്നെ തടയണ്ട, ഞാൻ സ്റ്റേഷനിലേക്ക് പോവാ. ഞാൻ കീഴടങ്ങിയ മാത്രമേ ദേവിയുടെ കാര്യത്തിലും ഒരു ഉത്തരം കിട്ടൂ. ദേവി എവിടെയോ പേടിച്ചൊളിച്ചിരിക്കായിരിക്കും. ചിലപ്പോ കൊലപാതകം ചെയ്തത് ദേവിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവള് മാറി നിൽക്കുന്നയാവും, എന്നെ രക്ഷിക്കാൻ വേണ്ടി. എന്നെ അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞാൽ അവള് തിരിച്ചെത്തും. കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ ഒരു മാർഗ്ഗേ ഉള്ളൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.